എനിക്കിവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ നമ്മുടെ മലയാള മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങൾക്കും അന്ന് BJP അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യം ജയിച്ചത് നിങ്ങൾക്ക് അങ്ങോട്ട് ദഹിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞോട്ടെ, കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾ ശ്രീമാൻ സുരേഷ് ഗോപിക്ക് നൽകിയിട്ടുള്ള ഒരു സ്വീകാര്യത, ആ സ്വീകാര്യതയും ഭൂരിപക്ഷം നിങ്ങൾ പരിശോധിക്കണം. വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് കേരളത്തിലെ ജനങ്ങൾ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത്. ആ വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കേരളത്തിലെ ആബാലവൃദ്ധം ജനങ്ങൾ, തൃശ്ശൂരിന് പുറത്തുള്ള ആബാലവൃദ്ധം ജനങ്ങളും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മോഡി സർക്കാരിൻ്റെ എല്ലാ ജനക്ഷേമകരമായ പദ്ധതികളും പുതിയ സംവിധാനങ്ങൾ, എയിംസ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും കേരളത്തിലേക്ക് വേഗതയിൽ എത്താൻ വേണ്ടി ശ്രമിക്കുന്നു. ആ സമയത്ത് എന്തിനാണ് വെറുതെ ഇങ്ങനെ അവസരങ്ങളും നിങ്ങളെപ്പോലുള്ള ആളുകളുണ്ടാക്കുന്നത്? അല്ല, സുരേഷ് ഗോപിയുടെ പ്രസ്താവന എന്ന് പറയുന്നത് എനിക്ക് സിനിമയിൽ അഭിനയിച്ചേ തീരൂ. അതിനെന്താ സിനിമ അഭിനയിക്കാൻ പാടില്ലേ? ഞാൻ ചോദിക്കുന്നത് എനിക്ക് അല്ല, നിങ്ങൾ മണിക്കൂറുകൾ വ്യത്യാസത്തിലാണ് അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നത്. അല്ല, താങ്കളെപ്പോലുള്ള ചെറുപ്പക്കാരായ ദൃശ്യമാധ്യമ സുഹൃത്തുക്കളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, അദ്ദേഹം ഒരു സിനിമാ പ്രവർത്തകനാണ്, നിരന്തര രാഷ്ട്രീയ പ്രവർത്തനമല്ല. അപ്പോൾ സിനിമാ പ്രവർത്തകനായി പ്രവർത്തിക്കുന്ന അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നു, നിഷ്കളങ്കമായ രീതിയിൽ പ്രവർത്തിക്കുന്നു, കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി അദ്ദേഹം മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഇടയിൽ കയറി നിങ്ങളെന്തിനാണ് പ്രശ്നങ്ങളുണ്ടാക്കുന്നത്? അദ്ദേഹം ഒരു മിനിറ്റ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്നലെ ഒഫീഷ്യലായി മന്ത്രി പദവി ഏറ്റെടുത്തിട്ടുണ്ട്. ഇനി വകുപ്പുകൾ വരാൻ വേണ്ടി പോകുന്നു, അത് ഗവൺമെൻറ് നിശ്ചയിക്കും, അത് അദ്ദേഹം ഏറ്റെടുക്കും. വളരെ സന്തോഷകരമായ രീതിയിൽ മുന്നോട്ട് പോകും. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കേരളത്തിൽ വേണം. ആ സഹകരണം വഴി കേരളത്തിൽ ഡെവലപ്മെന്റ് ഉണ്ടാവണം. ആ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നതിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുക സഹോദര. ഞങ്ങൾ എല്ലാവരും പിന്തുണയ്ക്കാം. അദ്ദേഹം പറഞ്ഞ ജനങ്ങൾ പിന്തുണച്ചു. ഞാൻ ചോദിക്കട്ടെ, ഓൾറെഡി ഒരു മിനിറ്റ്, നിങ്ങളെപ്പോലുള്ള എല്ലാ ദൃശ്യമാധ്യമങ്ങളുടെയും കേരളത്തിലുള്ള പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ മുഴുവൻ നേരത്തെ വരെ 3-ാം സ്ഥാനം 4-ാം സ്ഥാനം അതിന് താഴെ ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ എല്ലാ സർവേ റിപ്പോർട്ടുകളും ഞാൻ പരിശോധിച്ചാൽ അതിനുശേഷം ജനങ്ങൾ 70,000 വോട്ടിന് ഭൂരിപക്ഷത്തെ അദ്ദേഹത്തെ ജയിപ്പിച്ചപ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവുക. തന്നെ ഒഴിവാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനതാ പറയണേ, ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിന്റെ തന്നെ ചാനലിൽ വന്നിട്ടുള്ള വാർത്ത എടുത്ത് വായിച്ച് എന്നോട് ചോദിക്കുകയാണ്. സുരേഷ് ഗോപി പറഞ്ഞതാണ്. അത് നിങ്ങൾ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളെപ്പോലുള്ള ആളുകൾ രാത്രി 12:45-നും 1:45-നും അയച്ചു വിടുന്ന വാർത്തകൾ ഞങ്ങളതിനെ സുഹൃത്തെ ശ്രദ്ധിക്കണേ. അത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞാനതിന് വിശ്വസിക്കണം. ഞാൻ എൻ്റെ ഒരു മിനിറ്റ്, ഞാൻ വിശ്വസിക്കേണ്ടത് എൻ്റെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ വാക്കുകളെയാണ്. ഞാൻ വിശ്വസിക്കുകയും ഇത് ചെയ്യുന്നത് ബഹുമാനായ ജോർജ് കുര്യൻ്റെയും ഞാനിന്ന് കണ്ട രാജദാസിൻ്റെയും വാക്കുകളാണ്. ഞാനെന്തിനാണ് നിങ്ങളുടെ വാക്കുകൾ വിശ്വസിക്കുന്നത്? നിങ്ങൾക്കിപ്പോൾ എന്താ ആവശ്യം? എൻ്റെ പ്രിയപ്പെട്ട സഹോദര, എൻ്റെ പ്രിയപ്പെട്ട സഹോദര, അങ്ങക്ക് ഇപ്പോൾ രാജിവെപ്പിച്ചിട്ട് വല്ല അത്യാവശ്യമുണ്ടോ? പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചല്ലോ, അദ്ദേഹം കേന്ദ്രമന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിയായ ആളാണ്. അതിന് ഒഫീഷ്യലായിട്ടുള്ള വകുപ്പുകളിൽ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി അതിനുപകരം നിങ്ങൾ എന്ത് കലാപരിപാടി നടത്തിക്കോ. എന്ത് പറയുന്നത്? ഞങ്ങൾക്ക് ഒരുപാട് കാര്യം കേരളത്തിൽ, നിങ്ങൾക്കാണ് ഈ വാർത്തകളെക്കുറിച്ച് ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള കേരളത്തിലെ ജനങ്ങളെക്കുറിച്ചാണ്. എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കും. ഞാൻ മണലൂർ മണ്ഡലത്തിൽ മത്സരിച്ച് ഉള്ള ആളാണ് നിരന്തരമായിട്ട്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കാനുള്ളത് മണലൂർ നിയോജക മണ്ഡലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി എനിക്ക് സംസാരിക്കണം. നിങ്ങൾക്ക് അയാളുടെ രാജിയാണ് ആവശ്യം, ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സേവനമാണ് ആവശ്യം, ജനങ്ങൾക്ക് സേവനമാണ് ആവശ്യം. അതുകൊണ്ടാണ് ജനങ്ങൾ 75,000 വോട്ടിന് ജയിപ്പിച്ചത്. ഞങ്ങളുടെ തലക്കിടുന്ന അല്ലെന്ന് നിങ്ങൾ പറയുന്ന കാര്യം ഞാനിതിന് വിശ്വസിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, രാത്രി 1 മണിക്ക് നിങ്ങളുടെ ഈ ചാനൽ, നിങ്ങൾ റിപ്പോർട്ടറല്ലേ, റിപ്പോർട്ടർ ചാനൽ തുറന്നു വെച്ച് നിങ്ങൾ ഒരു കലാപരിപാടി ഉണ്ടല്ലോ, നിങ്ങളുടെ എഡിറ്റേഴ്സ്, അതിനകത്തൊക്കെ നിങ്ങൾ തോപ്പിച്ചു കൊടുത്താൽ രാജിവെച്ചു പോകുന്നൊക്കെയാണ്. എക്സിറ്റ് പോളല്ല ഇവരുടെ ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ സഹോദര, താങ്കൾ ജനിക്കുന്നതിന് മുമ്പുള്ള രാഷ്ട്രീയ പാരമ്പര്യം എനിക്കുണ്ട്. താങ്കളുടെ ഒരു മിനിറ്റ്, താങ്കളുടെ ചാനലിൻ്റെ എഡിറ്റോറിയൽ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ആ എഡിറ്റോറിയൽ നിങ്ങൾ 4-5 ദിവസമായി ഞങ്ങൾ കേരളത്തിലെ NDA സംവിധാനം സുരേഷ് ഗോപിയും 3-ാം സ്ഥാനത്തും 5-ാം സ്ഥാനത്തുമൊക്കെ നികേഷും ഉണ്ണി ബാലകൃഷ്ണനും കൂടി മത്സരിച്ച് ചവിട്ടി താതുകയാണ്. എന്നിട്ട് നിങ്ങളിവിടെ വന്ന് രാത്രി 1 മണിക്ക് ചില വാർത്ത നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത് അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം എന്നോട് ചോദിക്കുന്നതിനാ? ഞാൻ നിങ്ങളോട് ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ബഹുമാനായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകളെ രാവിലെയും കണ്ടിരുന്നു. അത് അവരെ അനുമോദിക്കുന്നതിന് വേണ്ടി പോയതാണ്.
അവർ മന്ത്രിസഭയിൽ ഭാഗമായി സത്യപ്രതിജ്ഞ നടത്തിയിട്ടുണ്ട്. കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി സുരേഷ് ഗോപിയുടെ വലിയ സംഭാവനകൾ ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അതുകൊണ്ട് ആ വാർത്ത ഏത് വാർത്ത എന്ത് വാർത്ത ആരെന്ത് വാർത്ത ഞങ്ങൾ പാവപ്പെട്ടതിന് വേണ്ടി സംസാരിക്കുന്ന സുഹൃത്തെ. നിങ്ങൾ ഈ വാർത്തകൾ ഞങ്ങൾ സംസാരിക്കുന്ന തൃശ്ശൂരിലെയും കേരളത്തിലെയും സാധാരണക്കാരന് വേണ്ടി, പാവപ്പെട്ടതിന് വേണ്ടി, എയിംസിന് വേണ്ടി, കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അത് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇത്ര നീട്ടിക്കൊണ്ടൊന്നും പോകണ്ടെന്ന് അല്ല എനിക്ക് അല്ല എനിക്ക് നിങ്ങളുടെ അഭിപ്രായം മനസ്സിലായി, നിങ്ങൾക്കുടെ ആവശ്യകതയും എനിക്ക് മനസ്സിലായി. അല്ല നിങ്ങൾ ദിവസം കാണുന്ന മാധ്യമങ്ങൾ മൊത്തത്തിൽ കൊട്ടേഷൻ എടുക്കണ്ട. നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല ധാരണയുണ്ട്. കാരണം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വൈകുന്നേരത്തെ കലാപരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളാണല്ലോ. നിങ്ങൾക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാകും. കാരണം നിങ്ങൾ 3-ാം സ്ഥാനത്ത് പോകുന്നു. 3-ാം സ്ഥാനത്ത് വലിയ നാട് വിട്ടു പോകുന്നൊക്കെയാണ് ഈ ഉണ്ണി ബാലകൃഷ്ണനും നികേഷോട് പറഞ്ഞത്. എന്നിട്ട് എന്നോട് വന്ന് ചോദിക്കണത് എന്താഭിപ്രായം എന്താഭിപ്രായം പറയുന്നത്? നിങ്ങൾ ജനങ്ങൾക്കെതിരായി നിൽക്കുന്ന ചാനലാണ് സുഹൃത്തെ. ഞാൻ നിങ്ങളെ കാണുന്നത് ജനങ്ങൾക്കെതിരായ നിലപാട് സ്വീകരിക്കുന്ന ചാനൽ. ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തൊരു താല്പര്യമാണ് സുരേഷ് ഗോപി രാജിവെപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല. നിങ്ങൾ മലയാളിക്കെതിരല്ലേ? നിങ്ങൾ കേരളത്തിൽ ഞാൻ ചോദിക്കണതല്ല. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ സംസാരിക്കണോ എനിക്ക് സംസാരിക്കല്ലോ. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ മലയാളികൾക്കെതിരാണോ? നിങ്ങൾ മലയാളികൾക്ക് എതിരായിട്ടുള്ള നിങ്ങളുടെ ചാനലുകളും മലയാളികൾക്ക് അത് ജനങ്ങൾ വിചാരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞതിനെതിരായിട്ട് ജനം വോട്ട് ചെയ്തേ. നിങ്ങൾ പറഞ്ഞതിനെതിരായിട്ട് വോട്ട് ചെയ്താണ് ഞങ്ങൾ ബഹുഭൂരിപക്ഷം നേടിയത്. ആർക്കാ സഹിഷ്ണുത? വാർത്തകൾ ഒരു മിനിറ്റ് വാർത്തകളോട് അസഹിഷ്ണുത ഉണ്ടെങ്കിൽ നിങ്ങളിവിടെ ഒന്ന് ചോദിക്കുമ്പോൾ നിങ്ങളോട് ഞാൻ മറുപടി പറയില്ല. ഞാൻ ഡെമോക്രാറ്റിക് വേയിൽ നിശ്ചയിക്കാം. പക്ഷേ നിങ്ങളുടെ തലയിൽ പോകുന്ന കാര്യങ്ങൾ എന്നെ കൊണ്ട് പറയുന്നത് നടക്കൂല. ഏത് ചാനലായിരുന്നത്? ഞാൻ നിങ്ങളോട് വ്യക്തമായി അങ്ങേക്ക് അല്ല ഞാൻ ചോദിക്കട്ടെ. ഞാൻ ചോദിക്കുന്ന സംഭവം ഞാൻ അദ്ദേഹത്തെ കണ്ടു. നിങ്ങളോട് ഞാൻ സൂചിപ്പിച്ചു. അദ്ദേഹം കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കും. വകുപ്പുകൾ വരാൻ വേണ്ടി പോകുന്നുള്ളൂ. അത് അദ്ദേഹം സ്വീകരിച്ച് മുന്നോട്ട് പോകും. അതിൻ്റെ ഇടയിൽ കയറി വെറുതെ നിങ്ങൾ മരുന്നുണ്ടാക്കണതിനാ? അല്ല ഞാൻ സംസാരിച്ചത് കേരളത്തിലെ പാവപ്പെട്ടതിന് വേണ്ടിയാണ്, കേരളത്തിലെ റേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയാണ്, കേരളത്തിലെ എയിംസ് വരുന്നതിനെ കുറിച്ചാണ്, കേരളത്തിലെ വാടാനപ്പള്ളി ഉൾപ്പെടെയുള്ള കടലോര പ്രദേശങ്ങളുടെ വികസനത്തെക്കുറിച്ചാണ്. എൻ്റെ മനസ്സ് ജനങ്ങളോടൊപ്പമാണ്. അപ്പം നിങ്ങൾക്കിപ്പോൾ രാജിവെക്കാനുള്ള വയ്പ്പിക്കാനുള്ള മനസ്സാണെങ്കിൽ എനിക്ക് ജനങ്ങളോടൊപ്പം അത് ഞാൻ സംസാരിച്ചു.